ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നോക്കിയാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേദനകൾ കടന്നു വന്നാൽ 3 രീതിയിലാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നു. ഹല്ലേലൂയ. ഏതൊക്കെയാണ് 3 രീതികൾ? ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ രീതിയാണ്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ വേദന കടന്നു വന്നാൽ അത് മനുഷ്യരുമായിട്ട് അവർ പങ്കുവെക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ. അങ്ങനെയാണ്. ഒരാളുടെ ഉള്ളിൽ ഒരു വേദന കടന്നു വന്നാൽ അയാൾ ആരോട് പറയുന്നില്ല, അയാൾ ഉള്ളിൽ തന്നെ ആ വിഷയം കിടക്കുകയാണ്. അങ്ങനെ ഈ ഉള്ളിലേക്ക് ഈ വേദന കടന്നു വന്നാലുണ്ടല്ലോ, ഇയാൾ ഇങ്ങനെ കുറെ സമയം കഴിയുമ്പോൾ ഇയാൾ തനിച്ചിരുന്ന് ആ വിഷയത്തെ ചിന്തിക്കാൻ തുടങ്ങുന്നു, ആ വേദന ചിന്തിക്കാൻ തുടങ്ങുന്നു. ചിന്തിക്കും തോറും ആ വേദന ഇയാളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്നറിയാവോ? അയാൾക്ക് രാത്രി കിടന്നാൽ പിന്നെ ഉറക്കം വരികയില്ല. ഉറക്കം വരാതെ ഇയാൾ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കും. ഇനി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ വീണ്ടും ഈ വിഷയമാണ് തലയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്നറിയാവോ? ഇയാൾക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടാകുകയില്ല. അങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പം എന്താണ്? ഈ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാകുകയാണ്, ഈ വിഷയവുമായിട്ട് ഞാൻ മുമ്പോട്ട് പോയാൽ മിക്കവാറും വട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് ആരോടെങ്കിലും ഒന്ന് പറയണം. ഹല്ലേലൂയ. അപ്പൊ ഇയാൾ അറിയാവോ? ഇയാൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ അടുക്ക് ചെന്നാൽ അയാൾ ഇങ്ങനെ പറയും, എടാ എനിക്കെന്നെ വിഷമമുണ്ട്, എനിക്കെന്നെ പ്രയാസമുണ്ട്, ഞാനിങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ എന്തെന്നറിയാവോ? അയാൾ ഇതെല്ലാം കേട്ടിട്ട് പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, ഇതുപോലെ എല്ലാവർക്കും വിഷയമൊക്കെ ഉണ്ട്, എല്ലാവർക്കും പ്രശ്നമുണ്ട്, ഞാനും ഈ ഇങ്ങനെ പ്രശ്നം കടന്നു പോയിട്ടുണ്ട്. അയാൾ ഒരു ഉപദേശം എല്ലാം കൊടുക്കുമ്പോഴല്ലോ ഇയാൾക്ക് അതൊരു ആശ്വാസമായിട്ട് മാറി. ഹല്ലേലൂയ. മറ്റേ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ മനുഷ്യനുമായിട്ട് വേദന പങ്കുവയ്ക്കുന്നു. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണെന്നറിയാവോ? മനുഷ്യനോട് അവൻ വേദന പങ്കുവയ്ക്കുന്നില്ല, മറിച്ച് ദൈവത്തോട് അവൻ വേദന പങ്കുവയ്ക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ മനുഷ്യനോട് പറയാത്തെന്നറിയാവോ? അവൻ പറയാണ്, എടാ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല, എന്റെ ജീവിത പങ്കാളിക്കോ എന്റെ മക്കൾക്കോ ആർക്കും അറിയാൻ പാടില്ല, ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ദൈവത്തെ ഓർത്ത് നീ ഇത് ആരോടും പറഞ്ഞേക്കരുത്. അങ്ങനെ പറഞ്ഞ് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവന്റെ വീട്ടിൽ വരണ്ട, നാട്ടുകാരല്ല ആ വിഷയം അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ? അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു മനുഷ്യനോട് ഞാൻ എന്റെ വേദന പങ്കുവയ്ക്കുകയില്ല. ഹല്ലേലൂയ. പിന്നെ ഉണ്ടല്ലോ ദൈവത്തോട് ഈ വേദന പങ്കുവയ്ക്കുക. ദൈവത്തോട് വേദന പങ്കുവെന്ന കുഴപ്പമെന്നറിയാവോ? ദൈവത്തിൽ നിന്ന് മറുപടി ഒന്നും വരുന്നില്ല, ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ അവൻ ഇങ്ങനെ പറയും, അല്ലേലും ദൈവം പണ്ട് ഇങ്ങനെയാണ്, ചിലരെയൊക്കെ വേദന കേൾക്കുള്ളൂ, ചിലരെയൊക്കെ സങ്കടം കേൾക്കുള്ളൂ, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ കേൾക്കാൻ ദൈവം പോലുമില്ല. ദൈവത്തോട് നിഷേധാത്മമായ ഒരു ചിന്ത കടന്നു വരുന്നു. ഹല്ലേലൂയ. ഒറ്റത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാണുന്നറിയാവോ? ദൈവമായിട്ട് അവൻ ആ കാര്യമായി ബന്ധമൊന്നുമില്ല. ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ദൈവത്തിന് സ്വർഗം കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവൻ ചിന്തിക്കുകയാണ്, ദൈവം എന്നെ കൈവിട്ടു എന്ന് ചിന്തയ്ക്ക് വരികയാണ്. മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണെന്നറിയാവോ? അവൻ മനുഷ്യനോട് വേദന പങ്കുവയ്ക്കുന്നില്ല, ദൈവത്തോട് പങ്കുവയ്ക്കുന്നില്ല. മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണ് എല്ലാ വേദനയും ഉള്ളിൽ ഒതുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വേദനയും ഉള്ളിൽ ഒതുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നറിയാവോ? വേദന ഉള്ളിൽ ഒതുക്കിയാൽ താമസിയാതെ നീ ഒരു രോഗിയായി മാറുന്നു. ഹല്ലേലൂയ. എന്നാ കാണുന്നറിയാവോ? മനുഷ്യ മനസ്സിനേക്കുന്ന വേദനയ്ക്ക് നിന്നെ രോഗിയാക്കി മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പറയാണ്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഈശോ പറയാണ്, കണ്ണീരോടെയാണ് അവൻ വരുന്നത്, കണ്ണീരോടെയാണ് അവൾ വരുന്നത്, ഞാൻ ആശ്വസിപ്പിച്ച് നയിക്കും. കർത്താവ് എങ്ങനെയാ നമ്മളെ ആശ്വസിപ്പിക്കുന്നതെന്ന് അറിയാവോ? വെളിപാട് പുസ്തകം
21 അധ്യായത്തിന് 4 വാക്യം വായിക്കുന്നു, ഞാൻ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനേക്കുന്ന വേദന യേശുവിന്റെ കരങ്ങളിൽ എത്തിച്ചേരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് ധ്യാനകേന്ദ്രത്തില് ധ്യാനം ആരംഭിച്ചു. ഞായറാഴ്ച ധ്യാനം തുടങ്ങി. ബുധനാഴ്ച ഉച്ചയായപ്പോൾ ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറയാണ്, ഷാജി ബ്രദറെ, ഞാൻ എൻ്റെ അനുജത്യം കൊണ്ട് ധ്യാനിക്കാൻ വന്നതാണ്. അവള് ഒരു രോഗത്തിലൂടെ കടന്നു പോകുന്നു. ഞാൻ എന്ത് പറ്റി? ഇനി വളരെ സെറ്റ് ചെയ്യട്ടോണം. അവൾക്ക് സന്ധിവാതം എന്ന രോഗമാണ്. 5 വർഷമായിട്ട് ഈ രോഗത്തിലൂടെ കടന്നു പോകുന്നു. ഇപ്പോഴത്തെ കുഴപ്പമെന്നറിയാവോ? 6 മാസമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ദുസ്സഹമായ വേദനയാണ്. എന്നിട്ട് ഇങ്ങനെ പറയാണ്, 65 കിലോ തൂക്കം ഉണ്ടായിരുന്നത് ഇപ്പൊ 45 കിലോ ആയിട്ട് കുറഞ്ഞു. 20 കിലോ തൂക്കം പോയി. ബദറെ, എന്നെ അനിയത്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വരാവോ? ഇപ്പൊ ധ്യാനേന്ദ്രത്തില് രോഗികൾ കിടക്കുന്ന ഒരു ഡോർമെട്രി ഉണ്ട്. ഞാൻ പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്കും ഞാൻ വരാം എന്ന് പറഞ്ഞു. ഉച്ചയായപ്പോഴേക്കും ഞാൻ ആ ഡോർമെട്രി ചെല്ലുമ്പോ ഈ സഹോദരി കട്ടിലേ കിടപ്പുണ്ട്. ഞാൻ സഹോദരി എങ്ങനെയുണ്ട്? അവളിങ്ങനെ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചോദിച്ചു, ഈശോ, ഈ സന്ധിവാത രോഗത്തിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ മനസ്സിലാക്കി തരണമേ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിന് പിന്നിലും ഒരു കാരണമുണ്ട്. ഏത് രോഗത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഒരു തകർച്ചയുണ്ടോ അതിന് പിന്നിൽ കാരണമുണ്ട്. ഒരു തടസ്സമുണ്ടോ അതിന് പിന്നിൽ കാരണമുണ്ട്. നിരന്തരമായ പരാജയമുണ്ടോ അതിന് പിന്നിൽ കാരണമുണ്ട്. ഞാൻ ഈശോ, ഈ രോഗത്തിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ മനസ്സിലാക്കി തരണമേ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. ശ്രദ്ധിച്ചു കേട്ടോ. ചോദ്യം ഇതാണ്, നീ എന്തിനാണ് കരയുന്നത്? ആരെ ഓർത്താണ് കരയുന്നത്? സന്ധിവാത രോഗിയോട് ഈശോ ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെ ഓർത്താണ് കരയുന്നത്? ഞാൻ പറഞ്ഞ സഹോദരി, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ കർത്താവിന് ചോദ്യം ഇതാണ്, നീ എന്തിനാണ് കരയുന്നത്? ആരെ ഓർത്താണ് കരയുന്നത്? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, വാക്ക് കേൾക്കണോ? ആരോടും പറയാത്ത ഒരു സങ്കടം എന്റെ ഉള്ളിലുണ്ട്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അവൾ ആ സഹോദരി ഉണ്ടല്ലോ, ചേച്ചി ഒന്ന് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരി നീ വെളിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സഹോദരി എന്ത് പറ്റി? ഇവിടെ ചോദിക്കുക, ബദറ് ചോദിച്ചില്ലേ നീ എന്തിനാ കരയുന്നതെന്ന്? ബദറെ, ഞാൻ പറയാം ബദറെ, ഞാൻ എന്റെ അമ്മായിമ്മ ഓർത്തിട്ടാ കരയുന്നതെന്ന് പറഞ്ഞു. അമ്മായിമ്മ എന്തിനു ചോദിച്ചു. അത് ചത്തിട്ട് 3-5 വർഷമായെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അമ്മായിമ്മയായിട്ട് എന്താ വിഷമം മനസ്സിലായി. ഞാൻ എന്ത് പറ്റി? അത് ബദറെ, ഞാൻ പറയാം ബദറെ, ഒരു ദിവസം രാവിലെ ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരൻ റബ്ബർ വെട്ടുന്നുണ്ട്. ഒരലർച്ച കേട്ട് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോണ്ടല്ലോ, അവൻ റബ്ബറിന്റെ ചോട്ടി കിടന്ന് പടക്കുകയാണ്. അവന് വായിക്കൂടെ നൊരേ പതയിൽ ഒഴുകി വരുന്നുണ്ട്. ഞാൻ വേഗം കുറെ വെള്ളം കൊണ്ടുപോയി അവന്റെ തലയിലേക്ക് ഒഴിച്ചെന്ന് പറഞ്ഞു. അല്പം അവൻ കണ്ണു തുറന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ആന്റി എന്നെ ഒന്ന് എഴുന്നേപ്പിട്ട് ഒന്ന് ഇരുത്താവോന്ന് ചോദിച്ചു. ഇവിടെ താങ്ങി പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തി. ആന്റി എനിക്ക് കുടിക്കാൻ ചൂടുവെള്ളം തരാമെന്ന് ചോദിച്ചു. അവൾ വീട്ടിൽ ചെന്നിട്ട് ചൂട് കാപ്പി കുടിക്കാൻ കൊണ്ടേ കൊടുത്തു. എന്നെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്താവോന്ന് ചോദിച്ചു. ഇവളിങ്ങനെ താങ്ങി പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തുമ്പോ അവൻ ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞുപോയി. ആ മുണ്ട് ഉടിപ്പിക്കുമ്പോ അമ്മായിമ്മ പള്ളിയിൽ നിന്ന് ഒരൊറ്റ വരവ്. ഇനി ബാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും ദിവസം കഴിഞ്ഞപ്പോ അമ്മായിമ്മയും മരുമോളും തമ്മിൽ എന്തോ വഴക്കുണ്ടായി. അപ്പൊ അമ്മായിമ്മ പറയാണ്, ഇടിക്ക് നിന്നെ മനസ്സിലായി, എന്റെ മകൻ റബ്ബർ വെട്ടാൻ പോകുമ്പോ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അയൽലോകത്തെ റബ്ബർ വെട്ടുകാരനും കൂടെ നീ കൂടെ ചേർന്ന് അങ്ങനെയല്ലേടി, നീ ഒരു വേശ്യയല്ലേ. ബദറിന് കേൾക്കണേ ബദറെ, 4 വർഷക്കാലം ആ തള്ളേനെ വേശ്യനെ ബദറെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നോക്കി ബദറെ, ഞാൻ ആ കാലെ പിടിച്ചു പറഞ്ഞു. പക്ഷെ ഉണ്ടല്ലോ, ദേഷ്യം വരുമ്പോ ആ തള്ളേനെ വിളിച്ച വേശ്യെന്ന ബദറെ. ഞാനിത് ആരോട് പറയും? ഞാനിത് ആരോട് പറയും? ആരാ ബദറെ എന്നെ വിശ്വസിക്കുന്നത്? അവളിങ്ങനെ പൊട്ടി കരയാൻ തുടങ്ങി. രണ്ടാമത് ഈശോ ചോദിച്ച ചോദ്യത്തിനറിയാവോ, നീ ആരെ ഓർത്താണ് കരയുന്നത്? ഹല്ലേലൂയ. ബദറ് ചോദിച്ചില്ലേ ആരെ ഓർത്താ കരയുന്നത്? ഞാൻ പറയാം ബദറെ, ഞാൻ എന്റെ ഭർത്താവിനെ ഓർത്തിട്ടാ ബദറെ കരയുന്നേ. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ബദറെ,
എൻ്റെ ഭർത്താവിന് എന്നെ ജീവനായിരുന്നു, എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല, ഒരിക്കൽ പോലും അരിശപ്പെട്ടിട്ടില്ല ബദറേ. പക്ഷേ ഉണ്ടല്ലോ, ആ തള്ളയുണ്ടല്ലോ എന്തോ അവനോട് പറഞ്ഞു കൊടുത്തു. എൻ്റെ ചേട്ടൻ ജീവിതത്തിൽ ആദ്യമായി കുടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് പറയാണ്, ഞാനൊരു വേശ്യയുടെ കൂടെയാണല്ലോ ജീവിക്കുന്നത്. ബദറേ, ഞാൻ തകർന്നു പോയി ബദറേ. ഞാനിത് ആരോട് പറയും? ഞാൻ എൻ്റെ ചേട്ടൻ കാലെ കവന്നുകൊണ്ട് ബദറേ. ഞാൻ പറഞ്ഞു, ചേട്ടായി ഞാൻ തെറ്റിയിട്ടില്ല, പക്ഷെ അയാൾ വിശ്വസിക്കണ്ടേ? ബദറിന് കേൾക്കണോ? എന്നോട് പറയാണ്, എനിക്ക് നിന്നെ വേണ്ട, നീ എവിടെയെങ്കിലും പോയി ചാകും. ഇവിടെ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ നീ ആശുപത്രി കൊണ്ട് കൊടുക്കുകയാണ്. നീ എനിക്കൊരു ഭാരമാണ്, നീ എനിക്കൊരു ബാധ്യതയാണ്. എവിടെയെങ്കിലും പോയി ചാകെന്ന് പറയാ ബദറേ. ഞാനിത് ആരോട് പറയും? ഞാനിത് ആരോട് പറയും? ഞാൻ ചോദിച്ചു, സഹോദരി, നിന്റെ അമ്മായിമ്മ നിന്നോട് പറഞ്ഞത് ഇന്ന് വരെ നീ യേശുവിനോട് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭർത്താവ് നിന്നോട് പറഞ്ഞത് ഇന്ന് വരെ നീ യേശുവിനോട് പറഞ്ഞിട്ടുണ്ടോ? അവള് പറഞ്ഞു, ഇല്ല. ഞാൻ പറഞ്ഞു, ഇതാ അമ്മായിമ്മ പറഞ്ഞത്, ഭർത്താവ് പറഞ്ഞത് നിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. നീ ഇപ്പോൾ ജീവിക്കുന്നത് അവര് പറഞ്ഞതിന്റെ ഉള്ളിലാണ് നീ ജീവിക്കുന്നത്, അവരുടെ വാക്കിന്റെ ഉള്ളിലാണ് നീ ജീവിക്കുന്നത്. എന്നാ നീ ജീവിക്കേണ്ടതുണ്ടല്ലോ യേശുവിലാണ് നീ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ കട്ടിലേക്ക് കടന്നുകൊണ്ട് ഞാൻ ആ മുറിയുടെ ജനല് തുറന്നിട്ട് ഞാൻ പറഞ്ഞു, സക്കരാരിയിൽ ഈശോ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നീ ആ സക്കരാരിയെ നോക്കിക്കൊണ്ട് നീ ഇങ്ങനെ പറയണം, ഈശോ എന്റെ അമ്മായിയും എന്നെ വേശ്യയെന്ന് വിളിച്ചിട്ടുണ്ട്, എന്റെ അമ്മായിയും എന്നെ ശപിച്ചിട്ടുണ്ട്, നീ ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം വാക്ക് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും നീ ഈശോയോട് പറയാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ പറഞ്ഞു, നിന്റെ ഭർത്താവ് നിന്നോട് എന്തെല്ലാം വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഏത് വാക്കിന് മുമ്പിലാണ് നീ കരഞ്ഞത്, ഏത് വാക്കിന് മുമ്പിലാണ് നീ വേദനിച്ചത്, ഏത് വാക്കിന് മുമ്പിലാണ് നീ കണ്ണുനീരൊഴുക്കിയത്, അത് നിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്, അത് നീ ഈശോയോട് പറയണം എന്ന് പറഞ്ഞു. ഞാനിട്ടുണ്ടല്ലോ ചെരിച്ചു കിടത്തി ആ സഹോദരി സക്രാരിയിലേക്ക് നോക്കി, കർത്താവേ എന്നെ വേശ്യയെന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഞാനൊരു അത്ഭുതം കണ്ടു. അവളുടെ കൈകാലുകൾ നിവരാൻ തുടങ്ങി. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു, ബ്രദറെ ആ കൈ ഒന്ന് തരാവോ? ഞാൻ കൈ കൊടുത്തപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു, ബ്രദറെ എന്നെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്താമെന്ന് ചോദിച്ചു. ഞാൻ എഴുന്നേപ്പിച്ച് നിൽക്കുമ്പോ അവൾ ഇങ്ങനെ നിന്നു, കൈകാലുകൾ പറിക്കാൻ തുടങ്ങി, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷം ചോദിച്ചു, ബ്രദറെ ഞാനൊന്ന് നടക്കട്ടെ? ഒരു കൊച്ചു കുഞ്ഞ് പിച്ചു നടന്നു. അങ്ങനെ ധ്യാന ഹോളിന്റെ പകുതിയിലെത്തിയപ്പോ യേശുവേ എന്നൊരൊറ്റ വിളി, ഒരൊറ്റ ഓട്ടം കൊടുത്തു. ആൾത്താരി വന്നു, സക്രാരി മുട്ടുമേൽ നിന്ന് തിരിച്ചു വന്നപ്പോ അവളെ സന്ധിവാദം അവളെ വിട്ടുപോയി. കൈയടിച്ച് കർത്താവ് തന്നെ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എന്താ സംഭവിച്ചത്? മനസ്സിന്റെ വേദന യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഇന്ന് നമ്മൾ പറഞ്ഞ് ജീവിക്കുന്നുണ്ടല്ലോ, മനുഷ്യര് പറഞ്ഞ വാക്കുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം നീ അറിഞ്ഞിരിക്കുക, മനുഷ്യര് വിളിച്ചതല്ല നീ, ദൈവം നിന്നെ വിളിച്ചതാണ് നീ. പലപ്പോഴും നമ്മളുണ്ടല്ലോ മനുഷ്യര് പറഞ്ഞതിലാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ അറിഞ്ഞിരിക്കുക, മനുഷ്യര് പറഞ്ഞതല്ല നീ, ദൈവം നിന്നെ വിളിച്ചതാണ് നീ. ദൈവത്തിന്റെ വിളിയാണ് പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ. അച്ഛനെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുപേർ ഉയർത്തിപ്പിടിച്ച് കരം ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഇന്നലകളിൽ നിന്നെ നോക്കി എന്നെല്ലാം വിളിച്ചിട്ടുണ്ട്, അതിപ്പോൾ നിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് ഉള്ളിൽ കിടക്കുന്നത് ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാൻസർ വരെ പോകാൻ പറ്റും. ഒന്നാലോചിച്ച് നോക്കിക്കേ. ഇന്നലകളിൽ ആര് പറഞ്ഞപ്പോഴാണ് നീ കരഞ്ഞത്? എന്ത് വാക്ക് പറഞ്ഞപ്പോഴാണ് നീ കരഞ്ഞത്? അതെല്ലാം ഈശോയുടെ മക്കളിലേക്ക് ഉയർത്തി കൊടുക്കാൻ പോവാണ്. നമ്മളെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഏറ്റിയല്ലിക്കുകയും കർത്താവായ യേശുവേ, രക്ഷകനായ യേശുവേ, സൗഖ്യനായകനായ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ സമയം വരെ എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. എന്റെ വേദനകളിലേക്ക്, എന്റെ വിഷമങ്ങളിലേക്ക്,
എന്റെ പ്രയാസങ്ങളിലേക്ക്, എന്റെ നൊമ്പരങ്ങളിലേക്ക്, എന്റെ അസ്വസ്ഥതകളിലേക്ക് യേശുവേ വരണമേ, യേശുവേ വരണമേ. എന്റെ ഉള്ളിലുള്ള എല്ലാ വേദനകളെയും അങ്ങ് ഏറ്റെടുക്കണമേ. സുജി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദുഃഖം മാറട്ടെ, ദുഃഖം മാറട്ടെ. ദുഃഖം ഏറ്റെടുക്കണമേ, ദുഃഖം ഏറ്റെടുക്കണമേ. നൊമ്പരങ്ങൾ ഏറ്റെടുക്കണമേ, അസ്വസ്ഥതകൾ ഏറ്റെടുക്കണമേ. മനുഷ്യര് പറഞ്ഞത് ഏറ്റെടുക്കണമേ, മനുഷ്യരുടെ വാക്കുകളിൽ നിന്ന് വിടുവിക്കണമേ. ദൈവമേ, പുലിവരെ തുടരണമേ. രോഗങ്ങൾ മാറട്ടെ, തലവേദന മാറട്ടെ, കൈകാലുകൾ വേദന മാറട്ടെ, അൾസർ മാറട്ടെ, ട്യൂമർ മാറട്ടെ, ക്യാൻസർ മാറട്ടെ, ശരീരത്തിന് വേദന വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ സൗഖ്യം കൊടുക്കണമേ. വേദനിപ്പിക്കുന്ന അനുഭവങ്ങള്, തകർക്കപ്പെട്ട അനുഭവങ്ങള്, തളർത്തിയ അനുഭവങ്ങള് ഇപ്പോൾ നീ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് വേദന വഹിക്കാൻ ശക്തിയില്ല എന്ന് ദൈവത്തിനറിയാം. മനുഷ്യന് ദുഃഖം ചുമക്കാൻ കഴിവില്ല എന്ന് ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയാണ്, ഞാൻ നിന്റെ ദുഃഖം ചുമക്കാം. ഹല്ലേലൂയ. ഞാൻ നിന്റെ വേദന വഹിക്കാം. ഹല്ലേലൂയ. നമ്മൾ എന്താണെന്നറിയാവോ? നമ്മൾ ഒരു കാരണവശാലും ദൈവത്തിന് ദുഃഖം വിട്ടുകൊടുക്കുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ഒരു കാരണവശാലും ഉണ്ടല്ലോ വേദന ദൈവത്തിന് സമർപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയാവോ? നമ്മൾ പെട്ടെന്ന് ഈ വേദന ചുമന്ന് ദുഃഖം ചുമന്ന് നമ്മൾ അവസാനം വലിയൊരു രോഗത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഒരിക്കല് ഇടവപ്പള്ളിയില് വാർഷിക ധ്യാനം നടക്കുകയാണ്. ധ്യാനത്തിന് 3-ാം ദിവസം വികാരിച്ചൻ എന്നോട് പറഞ്ഞു, ഷാജി ബ്രദറെ, ഒരു ക്യാൻസർ ബാധിച്ച ഒരു ചേച്ചി ഇന്നൊരു 11 മണിയാകുമ്പം വരും, ബ്രദർ ഒന്ന് കണ്ട് ഒരു നല്ല കൗൺസിലിംഗ് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്ത് പറ്റിയാച്ചാന്ന് ചോദിച്ചു. എൻ്റെ ബ്രദർ ഇടവകയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ആ ടീച്ചറെങ്ങാനും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധ്യാനം നിർത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ബ്രദർ നല്ലപോലെ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞെങ്ങനെയാണ്, ക്യാൻസറിന്റെ അവസാനത്തെ സ്റ്റേജിലാണ്, ഏത് നിമിഷവും ആള് മരിക്കാം. എന്നിട്ട് ധ്യാനം തുടങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ ഈ ചേച്ചി പള്ളി വന്നിട്ട് ചേച്ചിയുടെ കുടുംബക്കല്ലറ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയിരിക്കാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ചേച്ചി നേരം എടുക്കുമ്പോലുണ്ടല്ലോ കുടുംബക്കല്ലറെ നോക്കിയാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ ഒരു 11 മണിയായപ്പോ ഒരു കാറില് 2 പേര് ചേർന്ന് ഈ സഹോദരിയെ കൊണ്ട് വരികയാണ്. ഈ സഹോദരിയെ കൊണ്ട് എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ കാണുന്ന കാഴ്ച എന്നറിയാവോ? ഒരു മാംസപിണ്ഡം പോലെയാണ് ഈ സഹോദരി ഇരിക്കുക. കണ്ണിന്റെ ഇവിടെ ഒരു വര മാത്രമേ ഉള്ളൂ, അത്രമാത്രം നീര് ബാധിച്ചിട്ടുണ്ട്. ശരീരം മുഴുവൻ നീർക്കെട്ടാണ്. എൻ്റെ അടുത്ത് കസര കൊണ്ട് തിരുത്തുമ്പോണ്ടല്ലോ അമ്മോ എന്ന് പറഞ്ഞ് ഈ ടീച്ചർ കരയാണ്. അല്പസമയം ചോദിച്ചു, ആരാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ധ്യാനിപ്പിക്കാൻ വന്ന ബ്രദറാണെന്ന് പറഞ്ഞു. പേര് ചോദിച്ചു, പേര് ഞാൻ പറഞ്ഞു. ബ്രദറെ പ്രാർത്ഥിക്കുമല്ലോ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈശോ, ഈ മകൾക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഈ മകളുടെ രോഗത്തിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ടീച്ചറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഞാൻ ചില സ്വരം കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്ന സ്വരം ഞാൻ പറയും, അത് ടീച്ചറിന്റെ ജീവിതവുമായി ബന്ധമുണ്ടെങ്കിൽ ടീച്ചർ ഇങ്ങനെ പറയണം, ഈശോയെ ആ വാക്ക് നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ ആദ്യത്തെ വാക്ക് ഇങ്ങനെ കേൾക്കുകയാണ്, നിന്നെ ആർക്ക് വേണം? ഞാൻ സ്വരം കേൾക്കുന്നു. അപ്പോ ഈ ടീച്ചർ പറയാണ്, ചെറുപ്പത്തിൽ എൻ്റെ അപ്പം പറഞ്ഞ വാക്കാണ്, അത് ഈശോയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടവരെ 24 മിനിറ്റ് ഈ ടീച്ചർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോ ടീച്ചറിന്റെ ജീവിതത്തിൽ കരഞ്ഞ 42 സംഭവങ്ങൾ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞ ആരാണ്? അതെന്റെ ഭർത്താവാണ്. ഇങ്ങനെ പറഞ്ഞ ആരാണ്? അതെന്റെ അമ്മായിമ്മയാണ്. ഇങ്ങനെ പറഞ്ഞ ആരാണ്? അതെന്റെ മോനാണ്. അങ്ങനെ 42ാമത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനൊരു അത്ഭുതം കണ്ടു. ടീച്ചറിന്റെ ശരീരത്തിലെ നീര് വറ്റിപ്പോയി. കൈയടിച്ചെത്താൻ തന്നെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിള്ളേരെ, ആ ടീച്ചർ താനെ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. ആ ടീച്ചർ മുട്ടുമേ നിന്നു.
ആ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഭർത്താവ് മോനൊക്കെ വന്നു കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ ടീച്ചർ പിടിച്ചു വന്ന ടീച്ചർ നടന്നു കയറിപ്പോയി. ഇന്ന് 9 വർഷമായിട്ടും മരിച്ചിട്ടില്ല. കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. കുഞ്ഞുനാൾ മുതൽ നോക്കുക, എന്നെല്ലാം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. മനുഷ്യന് പറഞ്ഞ ചില വാക്കുകൾ ഉള്ളിൽ കിടപ്പില്ലേ, അതെല്ലാം ഈശോയ്ക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഒരിക്കല് ഒരു ഭാര്യയും ഭർത്താവും 50-ാം വിവാഹ വാർഷികം കഴിഞ്ഞു. 50-ാം വിവാഹ വാർഷികത്തിന്റെ അന്ന് കുർബാനയെല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഒരു 100-150 പേർക്ക് വീട്ടിൽ സദ്യയെല്ലാം കൊടുത്തു. കുറെ ആൾക്കാർ ഒരു സമ്മാനമെല്ലാം കിട്ടി. അങ്ങനെ എല്ലാവരും പോയി. വൈകുന്നേരം ഭാര്യയും ഭർത്താവും കൂടെ മുറിയിലേക്ക് കയറി. മുറിയിൽ കയറി കഴിഞ്ഞ് അവർ 50-ാം വിവാഹ വാർഷിക ദിവസമാണ്. അതിന് മുറിയിലെല്ലാം കയറി അവരിങ്ങനെ സമ്മാനമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് എന്തോ പറഞ്ഞു. എന്റെ ഭാര്യ പറഞ്ഞു, മനുഷ്യ മിണ്ടിപ്പോകരുത്. ഹല്ലേലൂയ. അയാൾ വീണ്ടും എന്തോ പറഞ്ഞപ്പോ ഈ സ്ത്രീ പറയാണ്, ആദ്യ രാത്രി പറഞ്ഞത് ഇപ്പോഴും എന്റെ ഓർമ്മയിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഭർത്താവ് ചോദിച്ചു, ഇതുവരെ നീ മറന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ മറക്കേല, മരിക്കുന്നവരെ ഞാൻ മറക്കേല. പ്രൈസ് ദി ലോർഡ്. 50 വർഷം പറഞ്ഞത് ഈ ചേച്ചി ഇപ്പോഴും ചുമന്നോണ്ട് പോവാണ്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഇന്നലകളിൽ മനുഷ്യര് പറഞ്ഞത്, ഇന്നലകളിൽ മനുഷ്യര് കാണിച്ചത് ഇപ്പോഴും ഓർമ്മയിൽ കിടപ്പുണ്ട്. അത് ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഇന്നലകളിൽ മനുഷ്യര് പറഞ്ഞത് എന്തൊക്കെയാണ്? അതെല്ലാം ഉള്ളിൽ കിടപ്പുണ്ട്. നീ ഇങ്ങനെ ചിന്തിക്കാറില്ലേ? എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും എന്നോട് അങ്ങനെ കാണിച്ചില്ലേ, എന്നാലും അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും ഇന്ന് അങ്ങനെ പറഞ്ഞില്ലേ. ഇതെല്ലാം ഉള്ളി കിടക്കുകയാണ്. അത് ഈശോയുടെ മക്കളിലേക്ക് ഉയരണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ രോഗശാന്തി സംഭവിക്കാൻ പോവാണ്. വലിയൊരു സൗഖ്യം ഇവിടെ ഇറങ്ങി വരാൻ പോവാണ്. നിന്റെ ദുഃഖം ഈശോയ്ക്ക് ഏൽപ്പിക്കണം. ഈ വീണ്ടും ഈശോ ചോദ്യം ഇതാണ്, നീ എന്തിനാണ് കരയുന്നത്? 2, നീ ആരെ ഓർത്താണ് കരയുന്നത്? കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇവരുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ. കഴിഞ്ഞകാല ജീവിതത്തിന്റെ വേദനിപ്പിക്കപ്പെട്ട അനുഭവങ്ങള്, തകർക്കപ്പെട്ട അനുഭവങ്ങള്, തളർത്തിയ അനുഭവങ്ങള്, കരയിച്ച വാക്കുകള്, കരയിച്ച പ്രവൃത്തികള്, കരയിച്ച സംഭവങ്ങള് ഇപ്പോൾ ഏറ്റെടുക്കണമേ. അതുവഴി വന്നിരിക്കുന്ന രോഗങ്ങൾ മാറട്ടെ, വ്യാധികൾ മാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, ക്യാൻസർ മാറട്ടെ, ട്യൂമർ മാറട്ടെ, കൈകാൽ വേദന മാറട്ടെ, സന്ധിവാദം മാറട്ടെ, അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ, ഞരമ്പുകൾ ബലം പ്രാപിക്കട്ടെ, തലവേദന വിട്ടുമാറട്ടെ, തലവെട്ടൽ വിട്ടുമാറട്ടെ, മൈഗ്രീൻ തലവേദന മാറിപ്പോട്ടെ, അലർജി രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ രോഗശാന്തി വർഷിക്കണമേ. ദുഃഖം നീ ഏറ്റെടുക്കണമേ. അപ്പം പറഞ്ഞത്, അമ്മ പറഞ്ഞത്, ജീവിത പങ്കാളി പറഞ്ഞത്, മക്കള് പറഞ്ഞത്, സഹോദരങ്ങൾ പറഞ്ഞത്, മനുഷ്യര് പറഞ്ഞത് ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കണ്ണടച്ചേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചേ. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കുകയും അതെന്റെ ജീവിതത്തിൽ ഇപ്പോൾ ചില മുഖങ്ങൾ തെളിഞ്ഞു വരികയാണ്. ആ മുഖങ്ങൾ ആരാണ്? ആ വ്യക്തിയുമായിട്ട് നിനക്കുന്നൊരു ബന്ധം കിടപ്പുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി പറഞ്ഞതായിരിക്കാം ഇപ്പൊ നിന്റെ ഓർമ്മയിലുള്ളത്. അത് ഈശോയ്ക്ക് ഒന്ന് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ വിളിച്ചതാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ പ്രിയപ്പെട്ടവരെ, ദൈവം വിളിച്ചതിനപ്പുറമായി മനുഷ്യര് നമ്മളെ ചിലത് വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളിപ്പോ ജീവിക്കുന്നുണ്ടല്ലോ, മനുഷ്യര് വിളിച്ചതിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞ ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. 2-ാം അധ്യായത്തില് നമ്മൾ ഈശോ ഒരു ഭവനത്തിൽ സുവിശേഷം പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ സുവിശേഷം അനേകം ആളുകൾ വന്നു. വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിക്കാനാവാതെ വാതിൽ തിങ്ങിയിരുന്നു കൊണ്ട് ജനം ഇതാ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 4 പേര് ചേർന്ന് ഒരു തളവാത രോഗിയുമായി യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ഉള്ളിൽ പ്രവേശിക്കാനാവാത്തത് കൊണ്ട് വീടിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാത രോഗിയെ താഴേക്ക് ഇറക്കി. ഹല്ലേലൂയ.
ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വചനം പറയുന്നു, അവരെ വിശ്വാസം കണ്ട് അവനെ തളർവാദ രോഗിയോട് പറഞ്ഞറിയാവോ, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൽക്ഷണം അവൻ സുഖം പ്രാപിച്ച് എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോ, മർക്കോസ് സുവിശേഷം പറയുന്നത് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇവന് പേരില്ലായിരുന്നോ? അവന് പേരുണ്ടായിരുന്നു. പക്ഷെ അവന്റെ പേരുണ്ടല്ലോ, അവനിന്ന് മാഞ്ഞുപോയി. എന്താ സംഭവിച്ചത്? അവന് രോഗം വന്നു. ആ രോഗത്തിന് മുമ്പോട്ട് പോയി. കുറെ കഴിഞ്ഞപ്പോ ആ രോഗം അവനെ തളർത്തി. അവൻ എന്ത് സംഭവിച്ചു? അവൻ തളർന്നുപോയി. അങ്ങനെ തളർന്നു കിടക്കുന്ന ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് ആരെങ്കിലും വന്നാൽ ആൾക്കാർ ചോദിക്കുന്നത് എവിടെ പോവാണ്? അതെ, ഇന്നയാള്. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. അതൊരു തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യല്ലേ? അയാളെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെയുണ്ടല്ലോ, നാട്ടുകാര് അയാൾക്കൊരു പേരിട്ടു, തളർവാദ രോഗി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇയാളുടെ അപ്പനെ കുറിച്ച് എന്ത് പറയുന്നു? തളർവാദ രോഗിയുടെ അപ്പൻ എന്നേ പറയുള്ളൂ. ഹല്ലേലൂയ. തളർവാദ രോഗിയുടെ അമ്മ എന്നേ പറയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ഒരു രോഗം അവനൊരു പേരിട്ടു, തളർവാദ രോഗി എന്ന്. ഹല്ലേലൂയ. മനുഷ്യര് വിളിച്ച പേരുണ്ടല്ലോ, അവനിൽ അപ്രത്യക്ഷമായി. ഹല്ലേലൂയ. ഇപ്പോൾ അവൻ ജീവിക്കുന്നത് തളർവാദ രോഗി എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്നാൽ യേശു എന്ത് ചെയ്തു? യേശു അവനെ മകനെ എന്ന് വിളിച്ചു. കൈയടിച്ച് ചേർത്താൻ തന്നെ പറഞ്ഞേ. അതിന്റെ അർത്ഥം അറിയാവോ? നീ തളർവാദ രോഗി അല്ല, നീ ദൈവത്തിന്റെ മകനാണ്. കൈയടിച്ച് ചേർത്താൻ തന്നെ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാട്ടുകാര് നമ്മുടെ കുടുംബത്തിന് ചില പേരിട്ടിട്ടുണ്ട്. നമ്മുടെ അപ്പന് നാട്ടുകാർ ചില പേരിട്ടിട്ടുണ്ട്. നമ്മുടെ അമ്മയെ നാട്ടുകാർ പേരിട്ടിട്ടുണ്ട്. ഒരു ജീവിത പങ്കാളിയെ നാട്ടുകാർ ചില പേര് വിളിക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്നെ നോക്കി ചില പേര് വിളിക്കുന്നുണ്ട്. അത് കേട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ അതായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാ നീ അറിഞ്ഞിരിക്കുക, ദൈവം നിന്നെ വിളിച്ചതാണ്. ദൈവം എന്താ വിളിച്ചത്? യെശയ്യാ പ്രവാചകൻ ദൈവം പറഞ്ഞു, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് വിലയുള്ളവനാണ്. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യര് വിളിച്ചാൽ നിന്നെ ആർക്ക് വേണം? നിന്നെ എന്തിനു കൊള്ളാം? നീ ഒരു ഭാരമാണ്, നീ ഒരു ശാപമാണ്, നീ കുടുംബത്തിന് ചേരാത്തതാണ്. ഇങ്ങനെ എത്രയോ പേര് കിടപ്പുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യര് വിളിച്ചതിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് വരണം. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ, നമ്മൾ പത്രോസിലേക്ക് നോക്കുക. പത്രോസിനെ വിളിച്ച പേരെന്തായിരുന്നു? ശിമയോൻ. ശിമയോൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഇളകുന്നവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഇളകുന്നവൻ എന്ന് പത്രോസിനെ ജനം വിളിച്ചപ്പോ യേശു പത്രോസിനെ വിളിച്ചു, പത്രോസേ, നീ ഇളകുന്നവനല്ല, നീ പാറയാണ്. കൈയടി ചേർത്താൻ തന്നെ പറഞ്ഞേ. ഹല്ലേലൂയ. നീ ഇളകുന്നവനല്ല, നീ പാറയാണ്. പാറയുടെ പറ്റിയ പാറ സ്ഥിരമായി നിൽക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. നിന്റെ കുടുംബത്തിൽ നിനക്ക് ചില പേരുണ്ട്, അത് ദൈവം ഇട്ട പേരല്ല. സമൂഹത്തിൽ നിനക്കൊരു പേരുണ്ട്, അത് ദൈവം ഇട്ട പേരല്ല. ഇതാ നിന്റെ ജോലി സ്ഥലത്ത് നിനക്കൊരു പേരുണ്ട്, അതല്ല നീ. അത് നോക്കിക്കേ. മനുഷ്യർ വിളിച്ചത് കിടപ്പുണ്ടോ നോക്കിക്കേ. നിന്നെ നോക്കി പറഞ്ഞില്ലേ? നിന്നെ നോക്കി എന്ത് പറഞ്ഞിട്ടുണ്ട്? അതല്ല നീ എന്ന് തിരിച്ചറിയുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. നമുക്ക് എല്ലാവർക്കും സൂചിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഈ മക്കളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യര് വിളിച്ചതിന് മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർവാദ രോഗിയെ മകനെ എന്ന് വിളിച്ച കർത്താവേ, മകളെ എന്ന് വിളിക്കുന്ന കർത്താവേ, മനുഷ്യര് വിളിച്ചവരെ വെളിയിൽ കൊണ്ടുവരണമേ. മനുഷ്യര് വിളിച്ചവർ വെളിയിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ രോഗശാന്തി വരുന്നുണ്ട്. സ്തുതിച്ചേ, നല്ലോണം സ്തുതിച്ചേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തലവേദന മാറട്ടെ, തലവെട്ടൽ മാറട്ടെ, തലകറക്കം മാറട്ടെ, അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ, ഞരമ്പുകൾ ഉണരട്ടെ, കോശങ്ങൾ ഉണരട്ടെ, മജ്ജ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അലർജി രോഗങ്ങൾ മാറട്ടെ, ആസ്മ മാറട്ടെ, ശ്വാസം മുട്ടൽ മാറട്ടെ, കഴുത്തിന് വേദന മാറട്ടെ, വെട്ടല് മിന്നല് മാറട്ടെ, മുട്ടിന്റെ തേയ്മാനം മാറട്ടെ, തോളിന്റെ തേയ്മാനം മാറട്ടെ, കാല് ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നാളുകളിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോ. അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? മനുഷ്യന്റെ ആശ്വാസവാക്കിന് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. ഹല്ലേലൂയ. 2, ദൈവത്തിന്റെ ആശ്വാസത്തിന് ഒരിക്കലും പരിധിയില്ല, പരിമിതികളില്ല. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ. മനുഷ്യന്റെ ആശ്വാസവാക്കിന് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആശ്വാസത്തിന് ഒരിക്കലും പരിധിയില്ല, പരിമിതികളില്ല. ഹല്ലേലൂയ. നമ്മളെ പറ്റി എന്നറിയാവോ? നമുക്ക് എന്തെങ്കിലും വേദനയോ വിഷമം വരുമ്പോ ഉടനെ ഏതെങ്കിലും അച്ഛനെ പോയി കണ്ടു, അല്ലെ ഏതെങ്കിലും സിസ്റ്ററിനെ പോയി കണ്ടു, ഏതെങ്കിലും അന്മായ സഹോദരനെ പോയി കണ്ടു, വേദനയെല്ലാം പറഞ്ഞു. പറഞ്ഞപ്പോഴുണ്ടല്ലോ നമുക്ക് ചെറിയ ആശ്വാസം കിട്ടിയിട്ടുണ്ട്, ചെറിയ സമാധാനം കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ധ്യാനത്തിന് പോകുമെന്ന് വിചാരിക്കുക. വീണ്ടും ഞാൻ അന്ന് പറഞ്ഞു, വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര ധ്യാനം കൂടിയോ, എത്ര കൗൺസിലിംഗ് കൂടിയോ, ആദ്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്നറിയാവോ? മനുഷ്യനോട് പറഞ്ഞിട്ട് നിനക്ക് യഥാർത്ഥമായ ഒരാശ്വാസം കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നിനക്ക് നിത്യമായ ഒരാശ്വാസം തരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാവോ? യേശു ലോകത്തിലേക്ക് വന്നത് നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും വേദനകളോ വിഷമങ്ങളോ പ്രയാസങ്ങൾ വരുമ്പോ ഉണ്ടല്ലോ, നമ്മൾ പോകേണ്ടത് കർത്താവിന്റെ അടുക്കിലേക്കാണ്. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് പോകണം. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പോകണം. ഹല്ലേലൂയ. അച്ഛത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഉദാഹരണം പറയാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ യേശുവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബം ഏതെന്നറിയാവോ? ലാസറിന്റെ ഭവനമാണ്. ലാസറിന്റെ ഭവനത്തിൽ 3 പേരുണ്ട്: മർത്ത, മറിയം, ലാസർ. ഒരാങ്ങളയ്ക്ക് 2 പെങ്ങന്മാര്, 2 പെങ്ങന്മാർക്ക് ഒരാങ്ങള. ഹല്ലേലൂയ. യേശുവിന് ഈ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം ഈ ലാസർ രോഗിയെ കിടക്കുമ്പോ യേശു ആ നാട്ടിലില്ല. ഈ 2 സഹോദരിമാരുണ്ടല്ലോ, 2 ദൂതന്മാർ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ യേശുവിനോട് ചെന്ന് പറയണ്ട എങ്ങനെയെന്നറിയാവോ? നീ സ്നേഹിക്കുന്ന നിന്റെ ലാസർ രോഗിയായി തീർന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈശോയ്ക്ക് കുടുംബമായിട്ട് ബന്ധമുണ്ട്, ലാസറുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൂതന്മാര് യാത്ര ചെയ്ത് യേശുവിന്റെ അടുക്കിലേക്ക് എല്ലുകയാണ്. എന്നിട്ട് അവര് ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കാൻ, ലാസർ രോഗിയാണ്, നീ എത്രയും പെട്ടെന്ന് വരണം എന്ന് ഈശോയോട് പറയാണ്. ഈശോ എന്ത് പറഞ്ഞറിയാവോ? നിങ്ങൾ പൊക്കോ, ഞാൻ വന്നേക്കാം, ലാസറിനൊരു കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവര് തിരിച്ചു വരുമ്പോ സംഭവം എന്നറിയാവോ? ലാസർ മരിച്ചു. ലാസർ മരിച്ചിരിക്കുകയാണ്. ഒരു അക്ഷരം പോലും പിന്നെ മിണ്ടിയിട്ടില്ല. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു വചനം കിടപ്പണ വചനം ഇതാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന യഹൂദരും മറ്റ് സ്ത്രീകളും മർത്തായെയും മറിയത്തെയും ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ലാസർ മരിച്ച നിമിഷം മുതൽ അയൽവാസികൾ വന്നു, ബന്ധുക്കൾ വന്നു, മിത്രങ്ങൾ വന്നു. വന്നവരെല്ലാം മർത്താനും മറിയത്തോടും ആശ്വാസവാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അച്ഛത്തെ പറഞ്ഞ ഹല്ലേലൂയ, അച്ഛത്തെ പറഞ്ഞ ഹല്ലേലൂയ. 4 ദിവസമായി മനുഷ്യരുടെ ആശ്വാസവാക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോ ഒരറിയിപ്പ് വരികയാണ്, ഇതാ ഈശോ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ മർത്ത എന്ത് അറിയാവോ? മർത്ത വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി യേശുവിനടുത്ത് പറയാണ്, ഈശോ പറയാണ്, നീ എവിടെയായിരുന്നു? നീ എവിടെയായിരുന്നു?
ഞങ്ങളുടെ സഹോദരൻ ലാസർ മരിച്ചുപോയി, ലാസർ മരിച്ചുപോയി, നീ എവിടെയായിരുന്നു? നീ എന്താ വിളിച്ചിട്ട് വരാത്തത്? എന്താ വരാൻ വൈകിയത്? പിടിച്ചരിച്ചു നോക്കിക്കോ. ഈ യേശു വരുന്ന എപ്പോഴാണെന്നറിയാവോ? മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. ഞാൻ ചോദ്യം ചോദിക്കാണ്, നിങ്ങൾ ഉത്തരം പറയാവോ? എന്തുകൊണ്ട് ഈശോ 1-ാം ദിവസം വന്നില്ല? എന്തുകൊണ്ട് ഈശോ 2-ാം ദിവസം വന്നില്ല? എന്തുകൊണ്ട് ഈശോ 3-ാം ദിവസം വന്നില്ല? എന്തുകൊണ്ട് യേശു 4-ാം ദിവസം വന്നു? ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് 1-ാം ദിവസം വരാമായിരുന്നല്ലോ, ഈശോയ്ക്ക് 2-ാം ദിവസം വരാമായിരുന്നല്ലോ, ഈശോയ്ക്ക് 3-ാം ദിവസം വരാമായിരുന്നല്ലോ. എന്തുകൊണ്ട് യേശു 4-ാം ദിവസം വന്നു? അതിനൊരു കാരണമുണ്ട്. ഞാൻ 92-ലാണ് നവീകരണ ധ്യാനം കൂടി ശുശ്രൂഷയ്ക്ക് വരികയാണ്. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഷാജി ബദറെ, ഹോളി ലാൻഡ് കാണാൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, വിശുദ്ധ നാട് കാണാൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് വല്ല ഫലം ഉണ്ടാവോ? നീ പ്രാർത്ഥിയില്, ഈശോ ഒരു ദർശനം തന്നു, നീ ഹോളി ലാൻഡ് ഇങ്ങനെ കാണുന്നു പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും 9 എത്രയോ ജപം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 9 വർഷം മുമ്പ് ഹോളി ലാൻഡിൽ പോകാൻ കർത്താവ് കൃപ വന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇവിടെ ഹോളി ലാൻഡിൽ പോയപ്പോ ഈ ലാസറിന്റെ കല്ലറ കാണാനിടയായി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? ഈ ലാസറിന്റെ കല്ലറ ഇന്ന് റോഡ് പണിയൊക്കെ വന്നപ്പോ ഉണ്ടല്ലോ, ഇങ്ങനെ റോഡിന്റെ താഴെയായി പോയി. അപ്പൊ അവന് താഴേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പൊ ലാസറിന്റെ കല്ലറ ചെല്ലുമ്പോ അവിടെ നിൽക്കുന്ന ഗൈഡ് പറഞ്ഞ എന്നാന്നറിയാവോ? പ്രഷർ കൂടിയവരും കുറഞ്ഞവരും ഇറങ്ങാൻ പാടില്ല. 2, അറ്റാക്ക് വന്നവരോ വരാൻ സാധ്യതയുള്ളവരും ഇറങ്ങാൻ പാടില്ല. ഇത് കേട്ടാ പിന്നെ ആർക്കും ഇറങ്ങാൻ തോന്നിയല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരൻ വേടാ, നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വന്നല്ലേ, നമുക്കൊന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ താഴേക്ക് 18 സ്റ്റെപ്പ് ഇറങ്ങിപ്പോണം. ഹല്ലേലൂയ പാടി സ്തുതിച്ചുകൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോ ഞങ്ങൾ കല്ലറയിൽ താഴെ ചെന്നു. ഇനി ശ്രദ്ധിച്ചോ, കല്ലറ എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ കല്ലറയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ആർച്ച് പോലൊരു വാതിലുണ്ട്, ഇങ്ങനെ ഒരു വാതിലുണ്ട്. ഈ വാതിലിന്റെ ഇതിന്റെ ഉള്ളിലാണ് ശരീരം ബോഡി വെക്കുക. ഈ ബോഡി വെക്കുന്നിടത്ത് ഒരു 10-15 പേർക്ക് നിൽക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെങ്ങനെയാ വെക്കുന്നറിയാവോ? കച്ച കൊണ്ട് പൊതിഞ്ഞാണ് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുക. ഇതിന്റെ മുമ്പിൽ എന്നറിയാവോ? ഇവര് ഒരു കല്ലുരുട്ടി വെക്കും. എന്തിനാ കല്ലുരുട്ടി വെക്കുന്നത്? അന്നത്തെ പാരമ്പര്യ പ്രകാരം പഠിപ്പിക്കുന്നു, കല്ലറ ഇങ്ങനെ ഒരു മലയോ അങ്ങനെയൊക്കെ വെട്ടിയായിരിക്കും ഒരു ഉണ്ടാക്കുക. അപ്പൊ ഈ കല്ലുരുട്ടി വെച്ചിരിങ്ങനെ ഉണ്ടല്ലോ, പശുക്കളെ അവര് അഴിച്ചു വിട്ടാണ് വളർത്തുന്നത്. പശുവൊക്കെ കയറിയിട്ടുണ്ടല്ലോ, കയറി ഇത് പോയി ഇടിച്ചു കളയും, അല്ലെ ബോഡിയൊക്കെ ഒരു കുത്തി കയറും. അതുകൊണ്ട് എന്തറിയാവോ? കല്ല് ഉരുട്ടി വെക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. ഇനി ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ഈശോ 4-ാം ദിവസം വന്നു? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ? യഹൂദ പാരമ്പര്യ പ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോ കല്ലറയിൽ ചെന്ന് കല്ല് ഉരുട്ടി മാറ്റി ഈ ബോഡിയിൽ തൈലം പൂശും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞ ഹല്ലേലൂയ. എന്തിനാണ് തൈലം പൂശുന്നതിന്റെ ഒരു കാരണം അറിയാവോ? ഏതെങ്കിലും കാരണത്താൽ ഇയാൾ മരിച്ചിട്ടില്ലെങ്കിൽ ഈ തൈലത്തിന്റെ ശക്തിയാൽ എഴുന്നേറ്റ് വരും. യഹൂദരുടെ ഒരു ചിന്താഗതിയാണ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോ, ഈശോ 1-ാം ദിവസം വന്നാൽ യഹൂദന്മാർ എന്ത് പറയും? അത് തൈലത്തിന്റെ ശക്തിയാൽ സൂപ്പെട്ടാന്ന് പറയും, എന്നിട്ട് പറയും. 2-ാം ദിവസം വന്നാലോ അങ്ങനെ പറയും, 3-ാം ദിവസം വന്നാലോ അങ്ങനെ പറയും. നമ്മുടെ ഈശോയ്ക്ക് ഭയങ്കര ബോധമുള്ളയാണ്. ഹല്ലേലൂയ. 4-ാം ദിവസമായപ്പോൾ എന്താ സംഭവിച്ചത്? ദുർഗന്ധം വരാൻ തുടങ്ങി, ആള് പോയി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈശോ 4-ാം ദിവസം വരാനുള്ള കാരണം. കൈയ്യടി ചേർത്താൻ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോ, അന്റെ പ്രിയപ്പെട്ടവരെ, യേശു ഈ വീട്ടിലേക്ക് വരുമ്പോ മർത്തായി മറിയത്തോട് ചോദിച്ചു, അവനെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്? മർത്തായി മറിയും യേശു ലാസറിനെ അടക്കിയ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വചനം പറഞ്ഞു, ശ്രദ്ധിച്ചു കേട്ടോ. യേശു കരഞ്ഞു. യേശു എന്ത് ചെയ്തു? യേശു കരഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു വാക്കുന്നറിയാവോ? ലാസർ മരിച്ചു, ഞാൻ ഉയർപ്പിക്കാൻ പോവുക, ഞാൻ ഉയർപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞു വന്ന ഈശോ എന്തിന് മർത്തായുടെയും മറിയത്തിനു മുമ്പിൽ കരഞ്ഞു? ഈശോ കരണ്ട ആവശ്യമില്ലല്ലോ. ഈശോ ഒറ്റ വാക്ക് പറയുമ്പോ ലാസർ എഴുന്നേറ്റ് വരാൻ പോവുക. പിന്നെ യേശു എന്തിനു കരഞ്ഞു? യേശു എന്തിനു കരഞ്ഞു? ബൈബിൾ പണ്ഡിതന്മാര് നീണ്ട വർഷക്കാലം ധ്യാനിക്കാൻ തുടങ്ങി.
അപ്പോൾ ഒരു ഉത്തരം കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. മാർത്തായുടെ മറിയത്തിന്റെയും കണ്ണുനീര് സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞു. കൈയടിച്ചേർത്താൻ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പാപം അവന്റെ ശരീരത്തിലാണ് അവൻ ഏറ്റെടുത്തത്. 1 പത്രോസ് 2:24 വചനം പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, മനുഷ്യന്റെ പാപം അവന്റെ ശരീരത്തിലാണ് ഏറ്റെടുത്തത്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോ, നമ്മുടെ ദുഃഖം അവന്റെ ശരീരത്തിലാണ് അവൻ ഏറ്റെടുക്കുന്നത്. കൈയടിച്ചേർത്താൻ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. മാർത്തായുടെ മറിയത്തിന്റെ കണ്ണുനീര് ശരീരത്തിൽ ഏറ്റെടുത്തപ്പോ എന്ത് സംഭവിച്ചു? അവന്റെ കണ്ണ് നിറഞ്ഞു. കൈയടിച്ച് ചേർത്താൻ ശക്തിയോടെ കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഇന്നും കർത്താവ് നമ്മുടെ ദുഃഖം ഏറ്റെടുക്കുന്നത് അവന്റെ ശരീരത്തിലാണ്. അവൻ അവരെ കണ്ണുനീര് ഏറ്റെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? മർത്തായിക്കും മറിയത്തിനും ആശ്വാസം കിട്ടി. ഹല്ലേലൂയ. 4 ദിവസമായി മനുഷ്യര് പറഞ്ഞിരുന്ന ആശ്വാസവാക്ക് അവർക്ക് സമാധാനം കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യേശുവിന് മുമ്പിൽ അവർ കരയുമായിരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? മനുഷ്യന്റെ ആശ്വാസവാക്കിന് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആശ്വാസത്തിന് ഒരിക്കലും പരിധിയില്ല, പരിമിതികളില്ല. കൈയടിച്ചേർത്താൻ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ നമ്മുടെ ദുഃഖം ഏറ്റെടുക്കുന്നത് എവിടെയാണെന്നറിയാവോ? ഈ അൾത്താരയിലാണ് നമ്മുടെ ദുഃഖം ഏറ്റെടുക്കുന്നത്. ഹല്ലേലൂയ. എഫെസോസ് ലേഖനം 1:23 വചനം പറയുന്നു, സഭ അവന്റെ ശരീരമാണ്. ഹല്ലേലൂയ. സഭ അവന്റെ ശരീരമാണ്. ശരീരമാണെങ്കിൽ സഭയാകുന്ന ശരീരത്തിൽ വിശുദ്ധ കുർബാനയിലൂടെ, ബലിപീഠത്തിലൂടെ കർത്താവ് നമ്മുടെ ദുഃഖം ഇപ്പോൾ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ അനുദിന ജീവിതത്തിൽ വേദന കടന്നു വരുമ്പോ, നിന്റെ അനുദിന ജീവിതത്തിൽ ദുഃഖം കടന്നു വരുമ്പോ, ആ വേദന ഏറ്റെടുക്കാൻ നിന്റെ ഇടവപ്പള്ളിയിലേക്ക് വരണം. ഇടവപ്പള്ളിയിലേക്ക് വന്ന് ആ ബലിപീഠത്തിന് വെക്കണം. നിന്റെ സങ്കടങ്ങളെ വെക്കണം, നിന്റെ ദുഃഖങ്ങളെ വെക്കണം. നിന്റെ വേദന വെക്കുമ്പോ ആ ബലിപീഠത്തിൽ ഈശോ നിന്റെ ദുഃഖം ഏറ്റെടുക്കുന്നു. കൈയടിച്ചേർത്താൻ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കാൻ ഇതാ നമ്മുടെ മുമ്പിൽ യേശു വരുന്നു, വിശുദ്ധ കുർബാനയിലൂടെ. ഹല്ലേലൂയ. ഒറ്റത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കല് ഒരപ്പനും അമ്മയും കൂടെ ധ്യാനിക്കാനായിട്ട് വരികയാണ്. ധ്യാനത്തിന്റെ 3-ാം ദിവസം അപ്പനും അമ്മയും കൂടെ കൗൺസിലിങ്ങിനായിട്ട് വന്നപ്പോ ഞാൻ പരിചയപ്പെട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തീർന്നില്ല, ഈ അമ്മച്ചി കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ കണ്ണു തുറന്ന് ഈ അമ്മച്ചി ഒന്ന് നോക്കി. വീണ്ടും അമ്മച്ചി കരയാൻ തുടങ്ങി. ഏതാനും നിമിഷം കഴിഞ്ഞില്ല, 2 ഇടി ചങ്ങിനിട്ട്, ഞങ്ങൾ എന്തിനാ ജീവിക്കാൻ, ഞങ്ങളെ കൂട്ടി വിളിക്കാൻ മേലേ. അങ്ങനെ ഇടിയുടെ ഒച്ച കെട്ടി കണ്ണു തുറക്കുമ്പോട്ടല്ലോ, അടുത്തിരിക്കുന്ന ഭർത്താവ് ഭാര്യയുടെ പുറത്തേക്ക് തലോടിക്കൊണ്ട്, നീ കരയാതെ കരയാതെ എന്ന് പറയുകയാണ്. ഏതാനും നിമിഷം കഴിഞ്ഞില്ല, ഈ മനുഷ്യനുണ്ടല്ലോ ഭാര്യയുടെ തോളയിലേക്ക് തലയയച്ചിട്ട്, ഞാൻ മടുത്തേ എന്ന് പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോ എന്റെ മുമ്പിൽ ഇന്ന് 2 പേര് കരയുന്നുണ്ട്. ഞാനും കരയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഞാൻ ഓർത്ത്, ഞാൻ എന്തിനാ കരയുന്നേ? ഹല്ലേലൂയ. അവർക്ക് കാരണമുണ്ട്, എനിക്ക് കാരണമില്ല. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, കരയുന്നവരോടൊപ്പം കരയുവിൻ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതൊരു കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എന്തു പറ്റി? വീട്ടുകാരെ, അവളെ അപ്പച്ചൻ പറയാണ്, ബ്രദറെ, 1 വർഷത്തിനുള്ളിൽ ഇത് 3ാമത്തെ ധ്യാനമാണ്. ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഇനി ഇവള് കരഞ്ഞാൽ ഞങ്ങൾ 2 പേരും പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എന്തു പറ്റി? ഞാൻ പറയാം, ബ്രദറെ, 1 വർഷം മുമ്പ് ഞങ്ങളുടെ ഏക മകൻ മരിച്ചു. ഒറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് സംഭവിച്ചു? അവനും ഞാനും കൂടെ രാവിലെ ചായ കുടിച്ചോണ്ട് വീട്ടിൽ ഇരിക്കുമ്പോ തൊട്ടടുത്ത വീട്ടിലെ ടീച്ചർ ആന്റി വിളിച്ചു, മോനെ റോബിനെ ഒന്നിങ്ങോട്ട് വരാവോ എന്ന് ചോദിച്ചു. എന്താ ആന്റി ചോദിച്ചു. എടാ, തേങ്ങ തീർന്നു പോയെന്ന് പറഞ്ഞു. 25 വയസ്സുള്ള റോബിന് ചായയോട് വെച്ചിട്ട് നേരെ ടീച്ചർ ആന്റി വീട്ടിൽ ചെന്നു. ഏതാനും നിമിഷം കഴിഞ്ഞില്ല, റോബിനെ ഒരലർച്ച കേട്ട് അപ്പനിറങ്ങി വരുമ്പോ കാണേണ്ട കാഴ്ച എന്നറിയാവോ? ടീച്ചർ ആന്റിയുടെ തെങ്ങിന്റെ ചുവട്ടിൽ കിടന്ന് റോബി പിടയ്ക്കുന്നു.
ടീച്ചർ ആന്റി ഓടിച്ചെന്നു. സംഭവം അറിയാവോ? തെങ്ങിന്റെ മുകളിൽ കയറി. ഒരു ഡിസംബർ മാസം തേങ്ങയിൽ മഞ്ഞ് വീണിട്ടുണ്ട്. തേങ്ങ ഇങ്ങനെ വലിച്ചപ്പോ കൈ വിട്ടുപോയി. റോബിൻ നേരെ താഴേക്ക് വന്നു. ടീച്ചർ ആന്റി ഓടി വരുമ്പോ തെങ്ങിന്റെ ചവിട്ടി കിടന്ന് പിടയ്ക്കുന്ന റോബിൻ അവനെ താങ്ങി പിടിച്ച് രക്തം മാർന്നൊഴുന്നുണ്ട്. അപ്പൻ ഓടി വന്നു. മോനെ. അപ്പം വന്നവന് താങ്ങി പിടിക്കുമ്പോ അമ്മ ഇറങ്ങി വന്നു. അമ്മ കണ്ടത് രക്തം. മകനെ കണ്ട് അമ്മ ബോധം കെട്ടു വീണു. അമ്മയും മകനെയും കൂടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രി ചെന്ന് ഏതാനും നിമിഷം കഴിഞ്ഞില്ല, റോബിൻ മരിച്ചു. അമ്മയുടെ ബോധം പോയി. അലറി പേരുണ്ടാക്കുകയെല്ലാം ചെയ്തു. അവനെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞു. റോബിനെ അന്ന് വൈകിട്ട് തന്നെ അടക്കി. അമ്മ പള്ളി വന്നത് അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ. വീണ്ടും അമ്മ ആശുപത്രി കൊണ്ടുപോയി. 2-3 ദിവസം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഈ അമ്മയെ ആശുപത്രി കൊണ്ടുവരികയാണ്. പള്ളിയുടെ വാടകെത്തി പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി. അമ്മ ഇറങ്ങി ഓടി നേരെ സിമിത്തേരി ചെന്നു. മോനെ റോബിനെ, അമ്മ വന്നു, കൊച്ചെഴുന്നേറ്റ് വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അമ്മ നടക്കുന്ന റീത്തെല്ലാം വലിച്ചെറിഞ്ഞ് വെള്ളമുണ്ടാക്കി. വീട്ടിൽ വന്ന അമ്മ റോബിന്റെ മുറിയിലേക്ക് കയറി. അവന്റെ കട്ടിലേക്ക് കിടന്ന് ഉരുളുന്നു. അവന്റെ പാന്റ് എടുത്ത് ഉമ്മ വയ്ക്കുന്നു. അവന്റെ ഷർട്ട് എടുത്ത് ഉമ്മ വയ്ക്കുന്നു. അമ്മ ഭക്ഷണവുമായിട്ട് അവന്റെ മുറിയിലേക്ക് പോകും. കുഞ്ഞായി വാ, നമുക്ക് ചോറുണ്ടാം. ബദറെ, ഞാൻ ഇത് ആരോട് പറയും ബദറെ? ഇത് ആരോട് പറയും? എന്താ ബദറുള്ള സങ്കടം മാറാത്തത്? ഈ മനുഷ്യൻ പൊട്ടി കരയാണ്. ഓരോ ധ്യാനം കഴിയുമ്പോൾ ആള് പറഞ്ഞു ഇനി ഞാൻ കരയല്ല. പക്ഷെ ഇവര് 1-2 ദിവസം കഴിഞ്ഞ് വീണ്ടും കരയാണ്. ഈ അപ്പച്ച ചോദിച്ചു, ഇവളെ ആശ്വസിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അല്പസമയം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റിയല്ല. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സ്വന്തം മകൻ മരിച്ചപ്പോ മനം നൊന്ത് കരഞ്ഞ ഒരപ്പൻ ബൈബിളിലുണ്ട്. ആരാന്നറിയാവോ? ദാവീദ് രാജാവ്. ഹല്ലേലൂയ. 2 സാമുവേൽ 11-12 അധ്യായം. ദാവീദ് കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്നു. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ദാവീദ് മട്ടുപേർ നടക്കുമ്പോ കൊള്ളത്തിൽ ആരോ കുളിക്കുന്നു. ഭൃത്യനെ വിളിച്ചു ചോദിച്ചു, ആരോ കുളിക്കുന്ന അന്വേഷിക്കുക. ഭൃത്യം വന്നിട്ട് പറയാണ്, യജമാനനെ ഊറിയയുടെ ഭാര്യ ബെസബയാണ്. ഊറിയ എവിടെയാണ്? ഇപ്പൊ രാജാവിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ വിളിച്ചു വരുത്തി. ദാവീദ് പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തു. അവള് തിരിച്ചുപോയി. 1.5 മാസം കഴിഞ്ഞപ്പോ അവന് പറയാണ്, യജമാനനെ ഞാൻ ഗർഭിണിയാണ്. ദാവീദിന് കാര്യം മനസ്സിലായി. ദാവീദ് ഊരിയെ വിളിച്ചു വരുത്തി. യുദ്ധത്തിന് വിശേഷം എല്ലാം ചോദിച്ചു. എന്നിട്ടുണ്ട് ദാവീദ് എന്തറിയാവോ? നീ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ആ വീട്ടിൽ പോയൊന്നുമില്ല. വീണ്ടും പറഞ്ഞു, ആ പോയില്ല. ദാവീദ് അവനൊരു കത്ത് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു യുദ്ധത്തിലേക്ക് പോകാൻ പറഞ്ഞു. മുഖ്യ സൈന്യാധിപന്റെ കത്ത് കൊടുത്തപ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ്, യുദ്ധം ആരംഭിക്കുമ്പോ ഊറിയായെ മുന്നറി നിർത്തണം. ശത്രുവിന്റെ വെട്ടേറ്റ് ഊറിയ വധിക്കപ്പെടണം. ദാവീദ് ഒപ്പ്. യുദ്ധം ആരംഭിച്ചു. എല്ലാവരും പിന്മാറി. ഊറിയ ശത്രുവെട്ടേറ്റ് മരിച്ചു വീണു. യഹൂദ പാരമ്പര്യത്തിൽ വിധവയെ ഭാര്യ ചെയ്തിരിക്കുന്ന പുണ്യമാണ്. ദാവീദിന് പുണ്യം ചെയ്തിരിക്കുന്നു. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിന് തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സമയത്തിന്റെ പൂർണ്ണതയിൽ ബത്ശേബ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. പിറന്നു വീണ കുഞ്ഞ് രോഗിയാണെന്ന് കൊട്ടാര വൈദ്യന്മാർ തിരിച്ചറിഞ്ഞു. അവർ പറഞ്ഞു, അല്ലയോ രാജാവേ, നിങ്ങളുടെ കുഞ്ഞ് രോഗിയാണ്. കൊട്ടാര വൈദ്യന്മാരെ ചികിത്സിക്കാൻ തുടങ്ങി. രാജാവിന് കുഞ്ഞിന്റെ സ്നേഹം കൊണ്ട് രാജകീയ വസ്ത്രം അഴിച്ചു മാറ്റി. രാജാവ് ചാക്കുടുത്ത് ചാരം പൂശി കുട്ടിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്തോറും രോഗനില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഒരറിയിപ്പ് വന്നു, അല്ലയോ രാജാവേ, നിങ്ങളുടെ കുഞ്ഞ് മരിച്ചു. അത് കേട്ടപ്പോ ദാവീദ് ഒരു വാക്ക് സെർച്ച് കേട്ടോ, ഞാൻ ഇനി എന്തിനു ഉപവസിക്കണം? ഞാൻ ഇനി എന്തിനു വിലപിക്കണം? മരിച്ച കുഞ്ഞിനെ എനിക്ക് ജീവിപ്പിക്കാനാവുമോ? ശ്രദ്ധിച്ചേ, ദാവീദ് പറയാണ്, ഞാൻ എന്തിനു ഉപവസിക്കണം? ഞാൻ ഇനി എന്തിനു വിലപിക്കണം? മരിച്ച കുഞ്ഞിനെ എനിക്ക് ജീവിപ്പിക്കാനാവുമോ? ഈ വാക്ക് ശ്രദ്ധിച്ചേ. ഞാൻ മരിച്ച് അവന്റെ അടുക്കലേക്ക് ചെല്ലുകയല്ലാതെ ഒരിക്കലും അവൻ ഇങ്ങോട്ട് വരികയല്ലോ. കൈയടിച്ച് ചേർത്താൻ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞറിയാവോ, ഞാൻ ഇവിടെ കിടന്ന് എത്ര കരഞ്ഞാലും, ഇവിടെ കിടന്ന് എത്ര വിലപിച്ചാലും മരിച്ചുപോയ എന്റെ കുഞ്ഞ് ഇങ്ങോട്ട് വരികയില്ല. ഇനി അവനെ കാണണമെങ്കിൽ ഞാൻ മരിച്ച്
അങ്ങോട്ട് ചെല്ലണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ സംഭവം പറഞ്ഞിട്ട് അപ്പച്ചന്റെ അമ്മച്ചനക്ക് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു തുടങ്ങി, ഈശോ ഈ ദമ്പതികളെ നീ ആശ്വസിപ്പിക്കണമേ, നീ ആശ്വസിപ്പിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ഏതാനും നിമിഷം കഴിഞ്ഞില്ല, ഈ അമ്മച്ചി കണ്ണു തുറന്നു. എന്നിട്ട് അമ്മച്ചി പറയാണ്, എന്നെ രണ്ട് കൈയിൽ പിടിച്ചിട്ട് പറയാണ്, മോനെ, മരിച്ചുപോയ എന്റെ റോബിനെ ഓർത്ത് ഇനി ഒരിക്കലും ഞാൻ കരയില്ല. എന്താ കാരണം? അമ്മച്ചി പറയാണ്. അപ്പൊ ഭർത്താവ് ചോദിച്ചു, എടീ ഓരോ ധ്യാനത്തിലും ഇത് തന്നെയല്ല പറഞ്ഞത്? ഇല്ല പപ്പ. ഞാൻ ഈ അമ്മച്ചി പറയാണ്, ഈ കൊച്ചന്റെ തലേ കൈവച്ചപ്പോ ഞാനൊരു ദർശനം കണ്ടു, മനോഹരമായൊരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിലേക്ക് ഞാൻ നോക്കുമ്പോ നമ്മുടെ റോബിൻ മോനുണ്ടല്ലോ, പിറന്നാളിന് മേടിച്ചു കൊടുത്ത പാലിന് ഷർട്ട് നിൽക്കുന്ന കണ്ടു. ഏതാനും നിമിഷം കഴിഞ്ഞില്ല, ഈശോ നടന്നു വന്നിട്ട് അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറയാണ്, മരിച്ചുപോയ നിന്റെ റോബിൻ എന്റെ കരങ്ങളിലാണ്, നീ കരയരുത്. കൈയടി ചേർത്താൻ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചുപോയ നിന്റെ റോബിൻ മോൻ എന്റെ കരങ്ങളിൽ, നീ കരയരുത്. അമ്മച്ചി ചോദിക്കുക, പപ്പ, നമ്മുടെ കുഞ്ഞ് ഈശോയുടെ കയ്യിലിരിക്കുമ്പോ നമ്മിരുന്നില്ല പപ്പ കരയുന്നത്? വെളിപാട് പുസ്തകം 21:4 അവിടെ പറയാണ്, അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാരും പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയരേ, ഇവിടെ ഉണ്ടല്ലോ ഈ അപ്പച്ചനും അമ്മച്ചിയും അന്ന് മടങ്ങി ഇന്ന് വരെ ഉണ്ടല്ലോ മകനെ ഓർത്ത് പിന്നെ കരഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആരാണ് ഇവരെ ആശ്വസിപ്പിച്ചത്? അത് കർത്താവാണ്. ഹല്ലേലൂയ. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മനുഷ്യന്റെ ആശ്വാസവാക്കിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ദൈവത്തിന്റെ ആശ്വാസം പരിധിയില്ല. അത് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കടന്നു വരും, വേദന കടന്നു വരും, വിഷമങ്ങൾ കടന്നു വരും, പ്രയാസം കടന്നു വരുമ്പോഴല്ലോ നീ അത് ഉള്ളിൽ വെക്കരുത്. അത് നീ യേശുവിനോട് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നേരെ ഉണ്ടല്ലോ, നീ വിശുദ്ധ കുർബാനയിലേക്ക് വരണം. കുർബാനയിലേക്ക് വന്നിട്ട് പറയണം, ഈശോ, എനിക്ക് ഇന്നലെ വിഷമമുണ്ടായി, എനിക്ക് ഇന്ന പ്രയാസം ഉണ്ടായി, എന്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ വിളിച്ചു, എന്റെ മോൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു, എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഈശോ, എന്റെ അമ്മായിമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞോ അൾത്താരയിലേക്ക് വെക്കുക. ഹല്ലേലൂയ. അൾത്താരയിൽ വെച്ചാൽ പ്രിയപ്പെട്ടവരെ, അത് വിശദീകരിക്കപ്പെടും, രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. മനുഷ്യ നിർമ്മിതമായി വീഞ്ഞ് ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ യേശുവിന്റെ രക്തമായി മാറുന്നുണ്ടെങ്കിൽ, മനുഷ്യ നിർമ്മിതമായ അപ്പം ഒരു പുരോഹിതന്റെ പ്രാർത്ഥന മുമ്പിൽ ഈ ശരീരമായി മാറുന്നുണ്ടെങ്കിൽ, ഈ ബലിപീഠത്തിൽ എന്ത് വെച്ചാലും അത് രൂപാന്തരപ്പെടുന്നു. കൈയെടുത്ത് ചേർത്താൻ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അന്നാ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാണ്, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് വരിക. ഹല്ലേലൂയ. ഞാൻ നവീകരണത്തിൽ വന്നിട്ട് 30 വർഷമായി. ഈ 30 വർഷമായിട്ട് ഞാൻ ഇന്ന് വരെ ഒരു കൗൺസിലർ അടുക്ക പോയി എന്റെ വേദന പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ ജീവിത പങ്കാളിയോട് പറയാറുണ്ട്. അവള് പറയും സാരമില്ല, പോട്ടെ, ഞാൻ പ്രാർത്ഥിച്ചാക്കാം എന്ന് പറയാറുള്ളൂ. പക്ഷെ അതെനിക്കൊരു ആശ്വാസമാണെങ്കിലും ഞാൻ എന്ത് ചെയ്യാവോ, ഞാൻ ഒന്നെങ്കിൽ ഞാൻ രാത്രിയിൽ ഞാൻ പതുക്കെ ധ്യാനേന്ദ്രത്തിൽ വെച്ചാണെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ നേരെ ചാപ്പലിൽ കയറും, മുട്ട നീക്കും. ഞാൻ, ഈശോ, എനിക്ക് എന്നെ വിഷമമുണ്ടായി, എനിക്കെന്നെ പ്രയാസമുണ്ടായി, അല്ല എൻ്റെ സഹപ്രവർത്തകൻ അങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എന്ത് പറഞ്ഞോ അന്ന് രാത്രി ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ആ സമയത്ത് ഈശോ ഏറ്റെടുത്തു. പിന്നെ പ്രിയപ്പെട്ടവരെ, എന്റെ ഉള്ളിൽ പിന്നെ ആ വിഷയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമയത്തുണ്ടല്ലോ ഈശോ എന്നെ അനുഗ്രഹിക്കാറുണ്ട്. ഹല്ലേലൂയ. അല്ലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് പറഞ്ഞ് ജീവിക്കണം. ഹല്ലേലൂയ. ഒറ്റ പറഞ്ഞേ ഹല്ലേലൂയ. ഗത്സമേൻ തോട്ടത്തിലേക്ക് നോക്കിക്കേ. ഗത്സമേൻ തോട്ടത്തിൽ നോക്കുമ്പോ എന്താ കാണുന്നത്? ഈശോ ഗത്സമേനിൽ ചോര വീർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈശോ എന്താ പറഞ്ഞ? പിതാവേ, ഇതാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നകന്നു പോകട്ടെ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. യേശു എന്തുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞില്ല? ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞില്ലല്ലോ. ഈശോ തന്റെ മനസ്സിലുണ്ടായ വേദന, ദുഃഖം പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതിനെന്താ പറയുന്നത്? അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ വന്നു. കൈയടിച്ച് ചേർത്താൻ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നമ്മുടെ പറയുന്നത്, യേശു പിതാവിനോടാണ് ദുഃഖം പറഞ്ഞത്.
യേശു പിതാവിനോട് വേദന പറഞ്ഞു. പിതാവിന് മുമ്പിൽ അവന്റെ ആഗ്രഹം പറഞ്ഞു. പിതാവ് എന്ത് ചെയ്യുന്നറിയാവോ? ആ നിമിഷം ഏറ്റെടുത്തു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. എല്ലാവരും എഴുന്നേറ്റിരിക്കട്ടെ. ഒന്ന് നല്ലപോലെ ഒന്ന് കണ്ണടയ്ക്കാം. കണ്ണ തുറന്ന് പിടിച്ചേ. ഇപ്പോഴുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ യേശു നിൽക്കുന്നതായിട്ട് കാണുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ നമ്മൾ ദൈവത്തോട് വേദന പറയാൻ തുടങ്ങണം. വചനം ഒന്നുകൂടെ ഞാൻ പറയാണ്. യേശയ്യ 53:4. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ വേദന വഹിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഓർമ്മ വെച്ച നാൾ മുതൽ നോക്കിക്കേ, എന്തേറെ വേദനയുടെ അനുഭവം കിടപ്പുണ്ട്, എന്തേരോ വേദനിപ്പിക്കുന്ന അനുഭവം കിടപ്പുണ്ട്. മനുഷ്യർ പറഞ്ഞ എത്രയോ വാക്ക് കിടപ്പുണ്ട്. നിന്നെ ആർക്ക് വേണം? നിന്നെ ഒന്നിനും കൊള്ളിയല്ല. നീ ഒരു ഭാരമാണ്, നീ ഒരു ശാപമാണ്, നീ ഉണ്ടായ അന്ന് മുതൽ കഷ്ടപ്പാടാണ്, നിന്നെ കെട്ടി അന്ന് മുതൽ എനിക്ക് കഷ്ടപ്പാടാണ്, നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന അന്ന് മുതലേ എനിക്ക് സ്വസ്ഥത ഉണ്ടായിട്ടില്ല, നിങ്ങളെ കെട്ടി അന്ന് മുതൽ. എന്നാ ചോദിക്കേ, എന്തെല്ലാം വാക്ക് കിടപ്പുണ്ട്. ജീവിതയാത്രയിൽ ആരുടെയൊക്കെ വാക്കിനും നീ മുറിഞ്ഞിട്ടുണ്ട്, ആരുടെയൊക്കെ വാക്കിനും നീ വേദനിച്ചിട്ടുണ്ട്. ദിവസങ്ങളോട് നീ ഓർത്ത് കരഞ്ഞിട്ടില്ലേ? അതെല്ലാം ഈശ്വര പക്കലേക്ക് ഉയർത്താൻ പോവാണ്. രണ്ട് കരകൾ ഉയർത്തിപ്പിടിച്ച് കൈ കൈയുടെ മുട്ടെന്ന് വരണം. പ്രിയപ്പെട്ടവരെ, ഈ വചന കൂടാരത്തിലേക്ക് നോക്കുക. ദൈവത്തിന് വലിയ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ കാണുന്നുണ്ടല്ലോ, ഈശോ കരകൾ വിരിച്ചു പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണുകയാണ്. എല്ലാവരും കരകൾ, ആരും ഇരിക്കരുത്, എഴുന്നേൽക്കണം. വലിയൊരു സൗഖ്യം നമ്മളിലേക്ക് വരാൻ പോവുകയാണ്, വലിയ വിടുതൽ വരാൻ പോവുകയാണ്. നമ്മളെല്ലാവരും സൂചിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമമായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരെ ഏറ്റെടുക്കണമേ, ഇവരെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ, ഇവരെ വേദനകൾ ഏറ്റെടുക്കണമേ, ഇവരെ സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ. വേദനിപ്പിക്കപ്പെട്ട അനുഭവങ്ങള്, തകർക്കപ്പെട്ട അനുഭവങ്ങള്, തളർത്തിയ അനുഭവങ്ങള് ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദന വഴി കടന്നു വന്നിരിക്കുന്ന രോഗങ്ങൾ മാറട്ടെ, രോഗപീഠകൾ വിട്ടുമാറട്ടെ, രോഗാണുക്കൾ നിർവീര്യമാകട്ടെ, ശരീരം ശക്തി പ്രാപിക്കട്ടെ, ശരീരം ബലം പ്രാപിക്കട്ടെ, മനുഷ്യന് പറഞ്ഞ വാക്കുകളിൽ നിന്ന് മോചനം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.